സൺഡേ ടെലിഗ്രാഫ് എപ്പിക് എന്ന് വിശേഷിപ്പിച്ച ഒരു പുസ്തകം, ഖാലിദ് ഹൊസൈനിയുടെ മറ്റൊരു മനോഹരമായ പുസ്തകം ആൻഡ് ദ മൗണ്ടെയിൻസ് അക്കോർഡ് ബൈ ഖാലിദ് ഹൊസൈനി. ഇതാണ് ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി പരിചയപ്പെടുത്തി തരാൻ പോകുന്ന പുസ്തകം. മുൻപ് ഞാൻ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് വായിച്ചിട്ടുണ്ടായിരുന്നു ഖാലിദ് ഹൊസൈനിയുടെ. ഇതും ഖാലിദ് ഹൊസൈനിയുടെ മറ്റൊരു മനോഹരമായ പുസ്തകം തന്നെയാണ്. ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് ആദ്യമൊന്നും ഒരു ഉത്തരവില്ലായിരിക്കും. കാരണം ഇതിൽ ഇഷ്ടം പോലെ കഥാപാത്രങ്ങളുണ്ട്. ഓരോ കഥാപാത്രത്തോടും നമുക്ക് അവരുടെ കഥയിലൂടെ സഞ്ചരിച്ച് ഓരോ കഥാപാത്രത്തെയും അത്രയേറെ നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കുന്ന രീതിയിലാണ് ഖാലിദ് ഹൊസൈനി ഇതിൽ എഴുതിയിട്ടുള്ളത്. ഒരുപാട് കഥാപാത്രങ്ങൾ ഇതിൽ അവരുടെ കഥ പറയുന്നുണ്ട്. അവരുടെ കഥ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനമായും നമുക്ക് പറയാൻ സാധിക്കുന്നത് അബ്ദുള്ളയും പരിയുമാണ്. അവർ രണ്ടുപേരും സഹോദരങ്ങളായിരുന്നു. അങ്ങനെ പരിയുടെ ജീവിതത്തിൽ അവളുടെ അച്ഛൻ അവളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ്. അവളുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ സംഭവിക്കാൻ പോകുന്നു. അത് അവളുടെ ജീവിതത്തെ എവിടെ കൊണ്ടെത്തിക്കും എന്നതൊക്കെ ആ ഒരു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്റ്റാർട്ട് ആൻഡ് ദ എൻഡിങ് ഓഫ് ദിസ് ബുക്ക് ലിറ്ററലി ബ്രോക്ക് മൈ ഹാർട്ട് എന്നൊക്കെ തന്നെ പറയാം. അത്രയ്ക്ക് ആഴത്തിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത്. നമ്മൾ ഒരു മഴ ഉള്ള സമയത്ത് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഒരു പുസ്തകം വായിക്കുന്ന ആ ഒരു സുഖമായിരുന്നു ഈ പുസ്തകം വായിക്കുമ്പോൾ ഉടനീളം നമുക്ക് കിട്ടുന്നത്. ഒരു സോഫ്റ്റ് രീതിയിൽ പോകുന്ന ഒരു പുസ്തകം, ജസ്റ്റ് ലൈക്ക് ലിസണിങ് ടു എ സോഫ്റ്റ് മെലഡി ഓർ മ്യൂസിക് എന്നൊക്കെ തന്നെ പറയാം. തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് വായിച്ചപ്പോൾ ഒരു ഷോർട്ട് കമ്പാരിസൺ നടത്തുവാണ്. തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് കുറച്ചുകൂടെ നമ്മളെ ആ പുസ്തകത്തിലേക്ക് അട്രാക്ട് ചെയ്തിരിപ്പിക്കുകയും പെട്ടെന്ന് നമുക്ക് അടുത്തത് എന്തായിരിക്കും അങ്ങനെ ഒരു ത്വര ഉണ്ടാക്കുകയും ചെയ്ത ഒരു പുസ്തകമാണ്. പക്ഷെ ഈ ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോ പേസിൽ പോയൊരു പുസ്തകമാണ്. എന്നാൽ വളരെയധികം തന്നെ നമ്മളെ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പുസ്തകം തന്നെയാണ്. അപ്പോ മെയിൻലി ആൻഡ് ദ മൗണ്ടെയിൻസ് അക്കോർഡിനെ കുറിച്ച് പറയാനുള്ളത് ഇതിലെ പ്രധാനപ്പെട്ട മറ്റ് കഥാപാത്രങ്ങളെ കുറിച്ച്. ഇതിലെ മറ്റ് കഥാപാത്രങ്ങൾ എന്നത് നബി, അബ്ദുള്ളയുടെയും പരിയുടെയും അങ്കിളാണ് നബി. അങ്കിളായിട്ടുള്ള നബി വർക്ക് ചെയ്തിരുന്നത് മിസ്റ്റർ വഹദാത്തിയുടെ വീട്ടിലായിരുന്നു. മിസ്റ്റർ വഹദാത്തിയും മിസ്സസ് വഹദാത്തിയുടെയും വീട്ടിൽ അദ്ദേഹമായിരുന്നു അവിടുത്തെ എല്ലാം, ഡ്രൈവറും അവരുടെ കുക്കിങ്ങും ഒക്കെ തന്നെ ചെയ്യുന്നത് മിസ്റ്റർ നബി ആയിരുന്നു. അപ്പൊ മിസ്റ്റർ വഹദാത്തിയുടെ വീട്ടിൽ ആദ്യം മുതലേ നബി ഉണ്ടായിരുന്നു. പിന്നീട് മിസ്സസ് വഹദാത്തി വന്നു. അങ്ങനെയൊക്കെ. പിന്നീടുള്ള മറ്റൊരു കഥാപാത്രം എന്ന് പറയുന്നത് മാർക്കോസ് ആണ്. മാർക്കോസ് എന്താ, അഫ്ഗാനിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ വന്ന ഒരു ഫോറിനർ ആണ്, ഫോറിൻ എയ്ഡ് വർക്കർ എന്നൊക്കെ തന്നെ പറയാം. അങ്ങനെ മാർക്കോസിന്റെ കഥ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നത്. മാർക്കോസിന്റെയും താലിയയുടെയും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥ. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. പിന്നെ മിസ്സസ് വഹദാത്തി, മിസ്സസ് നില വഹദാത്തിയുടെ കഥ ഒക്കെ തന്നെ, അവരുടെ യാത്ര, ഇതൊക്കെ തന്നെ ശരിക്കും വായനക്കാർക്ക് ഒരിക്കലും മറക്കില്ല എന്നൊക്കെ തന്നെ പറയാം. പിന്നെ ഈ ഒരു പുസ്തകത്തില് അബ്ദുള്ള പിന്നീട് അവർക്ക് ഓരോരുത്തർക്കും സംഭവിക്കുന്നത്, അതുപോലെ തന്നെ ഈ അബ്ദുള്ളയുടെ സ്റ്റെപ്പ് മദർ ആയിരുന്നു പാർവണ. ഈ ഒരു പുസ്തകത്തിൽ പാർവണയുടെ കഥ, പാർവണയ്ക്ക് ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, ഒരു ട്വിൻ സിസ്റ്റർ. അങ്ങനെയൊക്കെ ഒരു മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഇത് ഒരു ഇപ്പൊ ഒരു പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അത് ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ രണ്ട് ക്യാരക്ടേഴ്സിന്റെ ജീവിതത്തെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പൊ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് എടുക്കട്ടെ, മറിയത്തിന്റെയും ലൈലയുടെയും മെയിൻ ക്യാരക്ടേഴ്സ് അവരായിരുന്നു. പക്ഷെ ഈ ഒരു പുസ്തകത്തിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. എല്ലാവരും മെയിൻ ക്യാരക്ടേഴ്സ് ആണെന്ന് തന്നെ പറയാം. അബ്ദുള്ളയ്ക്കും പരിക്കും നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൊടുക്കാമെന്നേ ഉള്ളൂ. പക്ഷെ കുറെ ക്യാരക്ടേഴ്സും അവരുടെ ലൈഫിൽ കൂടെയും നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഈ ഒരു പുസ്തകത്തിലൂടെ. ഓൾ ദ ക്യാരക്ടേഴ്സ് ഇൻ ദിസ് ബുക്ക് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ. അപ്പൊ നമ്മളുമായിട്ടും ആ ക്യാരക്ടേഴ്സ് ഒക്കെ കണക്ട് ചെയ്യും. അതാണ് ഷോർട്ടായിട്ട് പറയാനുള്ളത്.
പിന്നെ ഈ ഒരു പുസ്തകം ഞാൻ എപ്പോഴാണ് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ചോദിച്ചാല്, ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറച്ച് വർഷമായി. ഞാൻ ഇപ്പോഴാണ് ഇത് വായിക്കാൻ തുടങ്ങുന്നത്. വായിച്ച് പിന്നെ എനിക്ക് തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് വായിച്ചു കഴിഞ്ഞിട്ട് ഇത് എന്താ പറയാ, ഖാലിദ് ഹുസൈനിയുടെ വായിക്കണം, അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് തുടങ്ങി. നല്ല രസമായിരുന്നു, അങ്ങനെ വായിച്ചു തീർത്തു. അങ്ങനെ അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഞാൻ പണ്ട് ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമിയുടെ ഒരു ക്വിസിന് പോയിരുന്നു. അത് മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ വെച്ചായിരുന്നു നടന്നിരുന്നത്. ഞാൻ ആദ്യമായിട്ടായിരുന്നു മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റാളിൽ പോകുന്നത്. സോ അവിടെ പോയിട്ട് ഞാൻ അവിടെ പോയപ്പോൾ വാങ്ങിച്ച ഒരു പുസ്തകമായിരുന്നു ഇത്, ഖാലിദ് ഹുസൈനിയുടെ ആൻഡ് ദ മൗണ്ടൻസ് അക്കോർഡ്. എൻ്റെ കയ്യിൽ അപ്പോൾ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നി, ഞാൻ വാങ്ങിച്ചു. പക്ഷെ ശരിക്കും ഇപ്പോഴാണ് എനിക്കിത് വായിക്കാനായിട്ടുള്ള ഒരു ത്വര വന്നത്. എന്തൊക്കെയായാലും ഈ ഒരു പുസ്തകം എനിക്ക് ഇപ്പം തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസിന് അത്ര ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ ടു ബി ഓണസ്റ്റ് ഇല്ല. പക്ഷെ ദിസ് ഈസ് എ ഗുഡ് ബുക്ക്. ഐ വിൽ ഗിവ് ഇറ്റ് എ 10 out of 10. നല്ലൊരു റീഡാണ്, നിങ്ങൾ വായിച്ചു നോക്കൂ, നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്കിപ്പോൾ തൗസൻഡ് സ്പ്ലെൻഡിഡ് സൺസ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടും. സോ അത്രയൊക്കെയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയാൻ ഉള്ളത്. എനിക്ക് ഖാലിദ് ഹുസൈനിയുടെ ബാക്കി 2 പുസ്തകങ്ങളും കൂടെ വായിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ യെസ്, ഈ ഒരു കഥ ഒരു യാത്രയിൽ നമുക്ക് വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയിൽ കൂടെ തന്നെ നമ്മളെ കൊണ്ടുപോകും. നമ്മൾ ഒരിക്കലും മറക്കില്ല. അതൊരു യാത്ര തന്നെയായിരിക്കും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്തൊക്കെ ട്രാവൽ ചെയ്തിട്ട് വന്നാൽ നമ്മളൊരു അങ്ങനെ ഒരു ഡീപ്പ് സൈ ചെയ്യില്ലേ, അതേപോലെ നൈസ് ബുക്ക്. ആ ഒരു എൻഡിങ് എന്നൊക്കെ പറയുന്ന ഓ മൈ ഗോഡ്, ഇറ്റ്സ് എന്താ പറയാ, പെർഫെക്ഷന്റെ ബ്ലിസ് ആണെന്നൊക്കെ തന്നെ പറയാം. സോ ഗുഡ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റിവ്യൂമായി വീണ്ടും കാണുന്നത് വരേക്കും ദിസ് ഇസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ, സ്റ്റേ ട്യൂൺഡ്.